ഇന്ത്യ മഹാരാജ്യം പല കാര്യങ്ങളിലും മുൻപന്തിയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതം. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഡയബറ്റിക് ക്യാപിറ്റലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൂടി അറിയേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതശൈലി ഈ പ്രമേഹ രോഗികൾ, അനവധി പ്രമേഹ രോഗികളെ വാർത്തെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പ്രമേഹം വളരെ പ്രശ്നക്കാരനാണ്. കിഡ്നിക്ക് പ്രശ്നമുണ്ടാകുന്നു, ഡയാലിസിസ് നടത്തേണ്ടി വരുന്നു, കിഡ്നി മാറ്റിവെക്കേണ്ടി വരുന്നു. അവസാനം മരിക്കേണ്ടതിനെ, സാധാരണ ഒരു അരോഗ ദൃഢഗാത്രനായ ഒരു വ്യക്തി മരിക്കേണ്ടതിനേക്കാൾ വളരെ നേരത്തെ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാധനം കൂടിയാണ്. മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻ ഉണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖം നശിപ്പിക്കുന്ന, സന്തോഷം, ആനന്ദം നശിപ്പിക്കുന്ന ഒരു രോഗം കൂടിയാണ് പ്രമേഹം. കാരണം അത് ഉദ്ധാരണക്കുറവിലേക്ക് നയിക്കുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല കാര്യങ്ങളിലും സംതൃപ്തി കിട്ടാറുണ്ടെങ്കിലും സെക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പ്രമേഹ രോഗം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവ് ഉണ്ടാക്കുന്നത്? ഒന്ന്, നിങ്ങളുടെ രക്തക്കൊള്ളുകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു, ശരീരത്തിലെ നാഡികൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു, അതുപോലെ ലൈംഗിക ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു, ലിംഗത്തിനകത്തുള്ള മസിൽസ്, പേശികൾ, ഈ പേശികൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു, ശരീരത്തിലെ മറ്റു പല അവയവങ്ങൾക്കും ഡാമേജ് ഉണ്ടാകുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന് വസ്കുലാർ ഡാമേജ് എന്ന് പറയും. അതായത് രക്തക്കുഴലിനകത്തുള്ള ഡാമേജുകൾ അത് ചുരുങ്ങിപ്പോകുന്നു, കട്ടിപിടിക്കുന്നു, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു, ശരീരത്തിലെ നാഡീവ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാഡികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഞരമ്പുകളെന്നൊക്കെ പറയും. രക്തക്കുഴലുള്ള നാഡികൾ, നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നു. ലിംഗത്തിനകത്ത് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നു. രക്തക്കുഴലിനകത്തുള്ള എൻഡോത്തീലിയത്തിന് ഡാമേജ് ഉണ്ടാക്കുന്നു. അതുപോലെ ലിംഗത്തിനകത്തെ കാവർണോസ എന്ന് പറയുന്ന 2 സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചറിനകത്ത് ബ്ലഡ് നിറയുമ്പോഴാണ് അതിൽ വികാസ സങ്കോചങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ വികസിക്കുന്ന സമയത്താണ് ലിംഗം ഉദ്ധരിച്ചു വരുന്നത്. ആ ഉദ്ധാരണശേഷി, ആ സ്മൂത്ത് മസിൽസിൻ്റെ വികസിക്കാനും ചുരുങ്ങാനുമുള്ള ക്ഷമത, ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുത്തുന്നു. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നു. അതുപോലെ ലിംഗത്തിലെ പല കോശങ്ങൾക്കും ഡാമേജ് ഉണ്ടാക്കുന്നു. ഇത് ചേഞ്ചസ് ഇൻ പെനൈൽ ടിഷ്യൂ, അതിൻ്റെ ഇലാസ്റ്റിക് ഫൈബേഴ്സ് കുറയ്ക്കുന്നു, കൊളാജൻ ഫൈബേഴ്സ് കൂടുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ഇലാസ്റ്റിസിറ്റി കുറയുന്നു. ഇൻ്റർഫിയർ വിത്ത് ദ റിലാക്സേഷൻ പ്രോസസ് ഓഫ് ദ സ്മൂത്ത് മസിലിനെ റിലാക്സ് ചെയ്യുമ്പോഴാണ് അതിനുള്ളിലേക്ക് മാക്സിമം ബ്ലഡ് വന്ന് നിറഞ്ഞ് ഉദ്ധാരണം ഉണ്ടാകുന്നത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് വീനോ ഒക്ലൂസീവ് മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം അപ്പോഴാണ് വീനസ് ലീക്കൊക്കെ വരുന്നത്. അത്തരം മെക്കാനിസത്തിന് ഡാമേജ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഇറക്ഷനെ നിലനിർത്താൻ പറ്റുന്ന, ആ ബ്ലഡ് വന്നതിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ട മെക്കാനിസം, ആ മെക്കാനിസത്തിനെയൊക്കെ തകരാറാക്കിയിട്ട് വീനസ് ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ വീനസ് ലീക്ക് എന്ന് ചുരുക്കത്തിൽ പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ പെനീസിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ രക്തം അവിടെ നിൽക്കാതിരിക്കുന്നു. അങ്ങനെ ഉദ്ധാരണത്തിന് നഷ്ടമുണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു. ഇത് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രമേഹമുള്ള രോഗികളിൽ 35 മുതൽ 75% പേർക്ക് ഉദ്ധാരണക്കുറവുണ്ടാകുന്നു. ജനറൽ പോപ്പുലേഷൻ, പ്രമേഹം ഇല്ലാത്തവരിൽ ഇത് 26% മാത്രം പേർക്കാണ് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രമേഹം ഇല്ലാത്ത ആൾക്കാരെ അപേക്ഷിച്ച് ഏതാണ്ട് 3 ഇരട്ടിയോളം ഉദ്ധാരണക്കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രമേഹ രോഗികളിൽ. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ പ്രമേഹത്തെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. പ്രമേഹ രോഗികൾ വിഷമിക്കേണ്ടതില്ല. അതിന് എഫക്റ്റീവായിട്ടുള്ള ചികിത്സയുണ്ട്. ഒന്ന്, നിങ്ങളുടെ പ്രമേഹ രോഗത്തെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. പിന്നെ ഇങ്ങനെ പല ചികിത്സകളുമുണ്ട്. വാക്യൂം റഷൻ ഡിവൈസ്, ഷോക്ക് വേവ് തെറാപ്പി, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി, ഇതൊക്കെ ഇങ്ങനെയുള്ള ചികിത്സകൾ നിലവിലുണ്ടെങ്കിലും ഈ 2-3 ചികിത്സകളും അത്ര അധികം എഫക്റ്റീവ് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഒരു ഇൻഡോ മാർക്കറ്റ് അടയാളപ്പെടുത്തിയത്. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഗം ഓറൽ മെഡിസിൻസ്. അത് അതിൻ്റെ ഒരു പ്രശ്നം, മരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണ് ഉദ്ധാരണം കിട്ടുക. മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഉദ്ധാരണം കിട്ടില്ല. പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോൾ പ്രമേഹം കൺട്രോളായിരിക്കും, മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ അത് കൂടും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഉദ്ധാരണത്തിനുള്ള മരുന്ന് കഴിക്കുന്ന സമയത്ത് ഉദ്ധാരണം ഉണ്ടാവും, അത് നിർത്തിക്കഴിഞ്ഞാൽ ആ ഉദ്ധാരണം നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പെനൈൽ ഇംപ്ലാന്റ്, പെനൈൽ പ്രോസ്റ്റസ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മരുന്നുകളും കഴിക്കേണ്ട ആവശ്യമില്ല. ആജീവനാന്തം ആ ഉദ്ധാരണം നിലനിർത്താനും ബന്ധപ്പെടാനും കഴിയുന്ന ഒരവസ്ഥയാണ് പെനൈൽ പ്രോസ്റ്റസ് ഇംപ്ലാന്റ് സർജറി. ഇപ്പോൾ ലോകമെമ്പാടും ധാരാളം പേരത് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിലും ധാരാളം പേര് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ധാരാളം ഇംപ്ലാന്റ് ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ
സസൂക്ഷ്മം എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടർ കൃത്യതയോടുകൂടി ചെയ്തില്ലെങ്കിൽ അതിന് പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. പോസ്റ്റും അത്തരം കാര്യങ്ങൾ പറഞ്ഞ് പുറത്തു പോയി ചെയ്തിട്ടുള്ള 2-3 കേസുകൾ സമീപകാലത്ത് ഇവിടെ വരികയുണ്ടായി. ഒരാളുടെ ലിംഗം കീഴോട്ട് വളഞ്ഞ് തൂങ്ങിക്കിടന്നു, മറ്റൊരാളുടെ ലിംഗം ബന്ധപ്പെടാൻ പറ്റുന്നില്ല, മറ്റൊരാളുടെ ലിംഗം നേരെ മരക്കുറ്റി പോലെ ഇരിക്കുന്നത്. അയാൾ പറഞ്ഞ തടിയിരിക്കുന്നതിനകത്ത് ഇതൊന്ന് എടുത്ത് കളഞ്ഞതാണ്, എനിക്ക് ഒരു അണ്ടർവെയർ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഇംപ്ലാന്റിനുണ്ട്. അത് പ്രോപ്പറായിട്ട് കൃത്യതയോടുകൂടി കൃത്യമായ മെഷർമെൻ്റ് എടുത്ത് വളരെ കറക്റ്റായിട്ടുള്ള ഇംപ്ലാന്റ് ചൂസ് ചെയ്ത് വെക്കുക എന്നുള്ളതൊരു സർജൻ്റെ സ്കില്ലാണ്. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ഒരു സർജൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും. അപ്പോൾ അതിന് കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ അനവധി കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ തന്നെ തൃപ്തരാണ്. ഈ ഇംപ്ലാന്റിൽ ഒരിക്കലും ഒരു കോംപ്ലിക്കേഷൻ ഇന്ന് വരെ നമുക്ക് 2006 മുതൽ ഇങ്ങോട്ട് 20 വർഷക്കാലത്തിനിടയ്ക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.